എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലെ സോഷ്യോളജിയിലെ 6-ാമത്തെ അധ്യായമായിട്ടുള്ള സാമൂഹ്യ ഘടന, സാമൂഹ്യ ശ്രേണീകരണം, സാമൂഹ്യ പ്രക്രിയകൾ എന്ന് പറയുന്ന 6-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്താണ് സാമൂഹ്യ ഘടന അഥവാ സോഷ്യൽ സ്ട്രക്ചർ, ഒപ്പം എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാമൂഹ്യ ശ്രേണീകരണം, ഒപ്പം എന്താണ് സാമൂഹ്യ പ്രക്രിയ അല്ലെങ്കിൽ സോഷ്യൽ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ സിമ്പിളായുള്ള ചാപ്റ്ററാണ്. പ്രധാനപ്പെട്ട 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ ഘടനയും സാമൂഹ്യ ശ്രേണീകരണവും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് സാമൂഹ്യ ഘടന എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള രീതിയാണ് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക, സമൂഹം എന്ന് പറയുന്നത് ചില അടിസ്ഥാന ക്രമങ്ങളും മാതൃകകളും ഉണ്ടായിരിക്കുന്ന ഒന്നാണ് എന്ത് സമൂഹം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു ഘടനയുണ്ട് അല്ലേ, ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ. അതായത് നമ്മൾ കേരള സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ കേരള സ്റ്റേറ്റിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഇന്ത്യക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ തന്നെ ബിൽഡിങ്സിന് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ. അതായത് ഏതൊരു കാര്യത്തിന് എന്തുണ്ട്, ഒരു ഘടനയുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ സമൂഹത്തിന് എന്തുണ്ട്, ഒരു ഘടനയുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ സമൂഹത്തിന്റെ ഘടനയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പഠിച്ച വ്യക്തിയാണ് പ്രശസ്തനായിട്ടുള്ള ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർബർട്ട് സ്പെൻസർ. അപ്പോൾ ആളുടെ പേര് ഓർത്തുക, ഹെർബർട്ട് സ്പെൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ അതിന്റെ സിദ്ധാന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് അനലോഗി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓർഗാനിക് അനലോഗി. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ജീവനുള്ള വസ്തുവിനെ ജീവനില്ലാത്ത വസ്തുവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട്, അതായത് ജീവനുള്ള വസ്തുവിന് ഒരു ഘടനയില്ല, അതുപോലെ തന്നെ സമൂഹത്തിന് ഒരു ഘടനയുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? ഹെർബർട്ട് സ്പെൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു നോക്കുക, അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മറന്നു പോകരുത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 129-ാമത്തെ പേജിൽ ഈ സാമൂഹ്യ ഘടനയ്ക്കുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സമൂഹം രൂപപ്പെട്ടിരിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമാണ്. ജനങ്ങളുടെ പെരുമാറ്റത്തിലും അതുപോലെ തന്നെ സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലും ചില ക്രമങ്ങളും മാതൃകകളും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രമങ്ങളെയാണ് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു നോക്കുക. ഒപ്പം ഹെർബർട്ട് സ്പെൻസറേയും കൂടെ ഓർത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ എമിലി ഡർക്കെയിമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വളരെ പ്രശസ്തനായിട്ടുള്ള ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആണ് എമിലി ഡർക്കെയിം. അപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിലുള്ള ആളുകളുടെ മേലെ ചെലുത്തുന്ന ചില സമ്മർദ്ദങ്ങളാണ്, സമൂഹത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സമൂഹം എന്താണ് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് സാമൂഹിക ഘടന എന്നാണ് ആര് പറയുന്നത്? എമിലി ഡർക്കെയിമിനെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ അല്ലേ? എന്നാൽ കാൾ മാർക്സ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമൂഹിക ഘടനയെ പുനർനിർമ്മിക്കാനും മാറ്റങ്ങൾ വരുത്താനും മനുഷ്യന് കഴിയും എന്നാണ് ആര് പറയുന്നത്? കാൾ മാർക്സ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് സാമൂഹിക ഘടന അഥവാ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇനി പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് പല തട്ടുകളായിട്ട് വിഭജിക്കുന്ന ഘടനാപരമായിട്ടുള്ള അസമത്വങ്ങളെയാണ് ഈ സാമൂഹ്യ ശ്രേണീകരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനുള്ള ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പുരാതനകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചാതുർവർണ്ണ സമ്പ്രദായം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലെ. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്ന ചാതുർവർണ്ണ സമ്പ്രദായം ഈ പുരാതനകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹ്യ ശ്രേണീകരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ സാമൂഹ്യ ഘടനയുടെ ഭാഗമാണ് എന്ത്? സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. ഓർത്തു നോക്കുക, സാമൂഹ്യ ഘടനയുടെ ഭാഗമാണ് എന്ത്? സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി സാമൂഹ്യ ശ്രേണീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസമത്വമാണ് കേട്ടോ. ഇനി നമ്മൾ ഏതൊരു സമൂഹം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹങ്ങളിലും എന്താണ് ഏതെങ്കിലും രീതിയിലുള്ള ഈ സാമൂഹ്യ ശ്രേണീകരണം നിലനിൽക്കുന്നുണ്ട് എന്ന് ഓർത്തു നോക്കുക. അതുപോലെ തന്നെ സമൂഹം ഉയർന്നതും താഴ്ന്നതും എന്നിങ്ങനെയുള്ള 2 ഗ്രൂപ്പുകളായിട്ട് സമൂഹത്തെ വിഭജിക്കുന്നത് എന്താണ്? ഈ സാമൂഹ്യ ശ്രേണീകരണം എന്നുള്ള കാര്യം കൂടെ ഓർത്തു നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ആളുകൾ അനുഭവിക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും 3 തരത്തിലാണ്. ഒന്നാമത് ജീവിതാവസരങ്ങളുണ്ട്, രണ്ടാമത് രാഷ്ട്രീയ പദവിയുണ്ട്, മൂന്നാമത് സാമൂഹ്യ പദവിയുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതായത് ഈ സമൂഹത്തിലെ ഈ സാമൂഹ്യ ശ്രേണീകരണത്തിൽ ഏറ്റവും ഉയർന്ന തട്ടിലുള്ള ആളുകളുടെ ജീവിത നിലവാരം എന്താണ് താഴ്ന്ന തട്ടിലുള്ള ആളുകളെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് അത് കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ അവർ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരായിരിക്കും. സമൂഹത്തിലെ ഒരു നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരായിരിക്കും ഇവരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ടാവും? വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാനും പഠിച്ചു വെക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഷ്യൽ പ്രോസസ് അഥവാ സാമൂഹ്യ പ്രക്രിയകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ എന്താണ് ഈ സാമൂഹ്യ പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന സഹകരണം, മത്സരം, സംഘടനം എന്നിവയാണ് സാമൂഹ്യ പ്രക്രിയകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? സഹകരണം, മത്സരം, സംഘടനം എന്നിവയാണെന്ന് പറയുന്നത് ഈ സാമൂഹ്യ പ്രക്രിയകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സോഷ്യോളജിയിൽ ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിലും സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിലും അതിൽ 2 തരത്തിലുള്ള സോഷ്യോളജിസ്റ്റുകളുടെ ഒരു അഭിപ്രായം അവർ പറയാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ഒന്നാമത് ഫങ്ഷണലിസ്റ്റുകൾ അഥവാ നിർവ്വഹണവാദികളും
അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സംഘടനവാദികൾ അഥവാ കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകളും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സോഷ്യൽ പ്രോസസ് അഥവാ സാമൂഹ്യ പ്രക്രിയ എന്ന് പറയുന്ന ഈ ഒരു ആശയത്തെക്കുറിച്ച് അവരെന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സഹകരണം, സംഘർഷം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സാമൂഹ്യ പ്രക്രിയയെ ഈ നിർവ്വഹണവാദികളും സംഘടനവാദികളും വ്യാഖ്യാനിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ആദ്യം നിർവ്വഹണവാദികൾ എന്തൊക്കെയാണ് ഈ സാമൂഹ്യ പ്രക്രിയയെക്കുറിച്ച് പറയുന്ന അഭിപ്രായപ്പെടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് സാമൂഹ്യ സംവിധാനത്തിന്റെ ആവശ്യകതകൾക്കാണ് ഈ സാമൂഹ്യ പ്രക്രിയ ഊന്നൽ നൽകുന്നതെന്ന് ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിർവ്വഹണവാദികൾ സമൂഹത്തെ സമഗ്രമായിട്ടാണ് കാണുന്നത്. ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് 3 ഉപാധികൾ ആവശ്യമാണെന്ന് നിർവ്വഹണവാദികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആ 3 നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. അതിൽ ഒന്നാമത്തെയാണ് പുതിയ അംഗങ്ങളുടെ സാമൂഹ്യവൽക്കരണം. ഓക്കെ അല്ലേ? രണ്ടാമത്തത് പൊതുവായ ആശയവിനിമയ സംവിധാനം പങ്കുവെക്കൽ. മൂന്നാമത്തതാണ് വ്യക്തികളുടെ പങ്ക് നിർണ്ണയിക്കൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. കാരണം ഫംഗ്ഷനിലിസ്റ്റുകൾ അഭിപ്രായപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ നിങ്ങളുടെ ആയിട്ടുള്ള എന്താണ് ഷോർട്ട് കട്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇത് ബൈഹാർട്ട് പഠിക്കുക കേട്ടോ. ഇനി ഇതിന്റെ കൂടെ നിർവ്വഹണവാദികൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സഹകരണം, മത്സരം, സംഘടനം ഇവ എല്ലാ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകതയാണെന്നും കൂടെ നിർവ്വഹണവാദികൾ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് സംഘടനവാദികൾ അഥവാ കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആളുകൾ. അപ്പോൾ ഇവരെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി, വർഗം, പുരുഷാധിപത്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട സമൂഹത്തിലുള്ള ആളുകൾക്കിടയിൽ ചില അവശതകളും വിവേചനങ്ങളും ഉണ്ടാവുമെന്നാണ് ഈ കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങൾ ബലപ്രയോഗത്തിലൂടെ അല്ലെ ബലം ഉപയോഗിച്ച് ഈ അസമത്വ വ്യവസ്ഥ നിലനിർത്തുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്, അല്ലെങ്കിൽ സംഘടനവാദികൾ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 പോയിന്റ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 133 പേജിലുണ്ട്. ഈ 2 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു പോകുക കേട്ടോ. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സഹകരണവും തൊഴിൽ വിഭജനവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ തൊഴിൽ വിഭജനം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റാണ് എമിലി ഡർക്കീം. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് 1893 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ദി ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു പുസ്തകത്തിലാണ് സമഗ്രമായിട്ട് അദ്ദേഹം തൊഴിൽ വിഭജനം എന്ന് പറയുന്ന ആശയത്തെ നിർവചിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കി വെക്കുക, സാമൂഹ്യ ഐക്യതമേ അഥവാ സോഷ്യൽ സോളിഡാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹം ഈ തൊഴിൽ വിഭജനത്തെ അദ്ദേഹം നിർവചിക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് സാമൂഹ്യ ഐക്യതമ്യത്തെ അദ്ദേഹം 2 തരംതിരിക്കുന്നുണ്ട്. യാന്ത്രിക ഐക്യതമ്യൊന്നും അതുപോലെ തന്നെ എന്താണ് ജൈവിക ഐക്യതമ്യൊന്നും. ഓക്കെ അല്ലേ? മെക്കാനിക്കൽ സോളിഡാരിറ്റി അതുപോലെ തന്നെ എന്താണ് ഓർഗാനിക് സോളിഡാരിറ്റിയും. ഓക്കെ അല്ലേ? അപ്പോൾ ഡർക്കീം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സമൂഹത്തിന്റെയും ധാർമ്മിക ശക്തിയാണെന്ത് ഈ ഐക്യതമ്യം എന്നാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ സഹകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണെന്ത് തൊഴിൽ വിഭജനം. ഓക്കെ അല്ലേ? സഹകരണം ഉണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടാവുള്ളൂ, തൊഴിൽ വിഭജനം ഉണ്ടാവുള്ളൂ എന്നാണ് ആര് പറയുന്നത്, ഡർക്കീം അഭിപ്രായപ്പെടുന്നത്. ഇനി ഈ ഒരു യാന്ത്രിക ഐക്യതമ്യത്തിലൂടെയും ജൈവിക ഐക്യതമ്യത്തിലൂടെയും ഈ ഡർക്കീം പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാകൃത സമൂഹത്തിലെ തൊഴിൽ വിഭജനവും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ആധുനിക സമൂഹത്തിന് തൊഴിൽ വിഭജനത്തിനും തമ്മിൽ അദ്ദേഹം എന്താണ് ഒരു താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും. ഓക്കെ അല്ലേ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 135 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ പ്രാകൃത സമൂഹങ്ങളുടെ സവിശേഷതയായിട്ടാണ് അദ്ദേഹം യാന്ത്രിക ഐക്യത്തിനെ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള വ്യാവസായിക സമൂഹത്തിന് പ്രത്യേകതയായിട്ടാണ് അദ്ദേഹം എന്തിനെ വിളിക്കുന്നത്, ജൈവിക സമൂഹത്തിന് വിളിക്കുന്നത്. അപ്പോൾ ഓർത്തുക, ജൈവിക ഐക്യവും അതുപോലെ തന്നെ എന്താണ് യാന്ത്രിക ഐക്യവും കേട്ടോ. എന്നോട് പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആണ് കാൾ മാർക്സ്. അപ്പോൾ നമുക്കറിയാം 1818 മുതൽ 1883 വരെ ജീവിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ് ആര്, കാൾ മാർക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ കാൾ മാർക്സ് സഹകരണം, തൊഴിൽ വിഭജനം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ബോധം, അതായത് ബോധം എന്ന് പറയുന്ന ആശയത്തിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അതായത് കോൺസിക്വൻസസ് എന്ന് പറയുന്ന ഒരു ആശയത്തിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ഒരു മനുഷ്യനെ മൃഗത്തിൽ നിന്നും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നതാണ് ബോധം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ട് സഹകരണ സമൂഹത്തിൽ ഉണ്ടാവുന്ന എന്താവശ്യമാണ്, ബോധം ആവശ്യമാണെന്നാണ് ആര് പറയുന്നത്, കാൾ മാർക്സ് പറയുന്നത്. ഇനി കാൾ മാർക്സ് പഠിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാൾ മാർക്സ് പറയുന്നത് എന്താണ്, മനുഷ്യ സമൂഹത്തിന് നാളിതുവരെയുള്ള ചരിത്രം എങ്ങനെ മുന്നേറിയതാണ്, വർഗ്ഗസമരങ്ങളിലൂടെ മുന്നേറിയതാണ് ആര് പറയുന്നത്, കാൾ മാർക്സ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കാൾ മാർക്സ് പറയുന്നത് ഒരു വർഗ്ഗ സമൂഹത്തിൽ സഹകരണം സ്വമേധയാ ഉണ്ടാവുന്ന ഒന്നല്ല എന്നാണ് ആര് പറയുന്നത്, കാൾ മാർക്സ് പറയുന്നത്. അതായത് തൊഴിൽ വിഭജനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉൽപാദന വ്യവസ്ഥയിൽ വ്യക്തികൾ തമ്മിലുള്ള സഹകരണം എന്താണ്, സ്വമേധയാ ഉണ്ടാവുന്ന ഒന്നല്ല, അതെന്താണ് ആളുകൾ തമ്മിലുള്ള ബോധത്തിൽ നിന്നും ഉണ്ടാവുന്ന ഒന്നാണെന്നാണ് ആര് പറയുന്നത്, കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നത്. ഇനി കാൾ മാർക്സ് പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൾ മാർക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭാവനയാണ് അലൈനേഷൻ അഥവാ അന്യവൽക്കരണം എന്ന് പറയുന്നത്.
അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളുടെ എന്താണ് അധ്വാന ഫലത്തിന്റെ മേലെയുള്ള മൊത്തം നിയന്ത്രണം ആരുടെ കയ്യിലായിരിക്കും? മുതലാളിമാരുടെ കയ്യിലായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് എന്താണ് ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാകുന്നതിന്റെ ഫലം മറ്റൊരാളിലേക്ക് പോകുന്നതിനാണ് കാൾമാക്സ് എന്തെന്ന് വിളിക്കുന്നത്? അന്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് നോക്കാനും പഠിച്ചു നോക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് മത്സരം അഥവാ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിലെ എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ മത്സരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മളിപ്പോൾ ഒരു PSC എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്, അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് എല്ലായിടത്തും എന്താണ് ആധുനിക സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് എന്ത്? മത്സരം എന്ന് നിങ്ങൾ ഓർത്തു പോകുക. ഇനി ഈ മുതലാളിത്ത സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്ന ഒന്നാണ് എന്ത്? മത്സരം. ഓക്കെ അല്ലേ? മുതലാളിത്ത സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് എന്ത്? ഈ മത്സരം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി തന്റെ യുക്തിബോധം ഉപയോഗിച്ച് വിപണിയിൽ സ്വതന്ത്ര മത്സരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പരമാവധി ലാഭം എന്താണ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ അല്ലേ? അതായത് യുക്തിബോധമുള്ള ഒരാളെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ അയാളുടെ കഴിവ് ഉപയോഗിച്ച് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പരമാവധി ലാഭം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഓക്കെ അല്ലേ? അയാളുടെ ലാഭം മാക്സിമൈസ് ചെയ്യാനായിട്ട് ആര് ശ്രമിക്കും? ആ വ്യക്തി ശ്രമിക്കും. ഓക്കെ അല്ലേ? ഇനി മുതലാളിത്ത സമൂഹത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായിട്ട് പറയുന്ന പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. അപ്പോൾ ആ 4 കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്, അല്ലെങ്കിൽ വ്യാവസായിക വികസനം എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് തൊഴിൽ വിഭജനം. മൂന്നാമത്തെയാണ് സവിശേഷാൽവൽക്കരണം എന്ന് പറയുന്നത്. നാലാമത്തെയാണ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഓരോന്നും ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കിതിൽ ആദ്യത്തെ വ്യാപാര വികസനത്തെ കുറിച്ച് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു രാജ്യത്തിന്റെ കയറ്റുമതി വർദ്ധിക്കുകയും രാജ്യത്തിലേക്കുള്ള ഇറക്കുമതി കുറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് എന്തുണ്ടാവും? സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. ഓക്കെ അല്ലേ? നമുക്കറിയാം പൈസ വാങ്ങിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഒപ്പം എന്താണ്? നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് പൈസ കൊടുത്തിട്ടാണ് സാധനങ്ങൾ നമ്മൾ എവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ രാജ്യത്തിന്റെ വ്യാവസായിക മേഖലയിൽ പുരോഗതി ഉണ്ടാവുകയാണെങ്കിൽ, എങ്ങനെയുള്ള പുരോഗതി ഉണ്ടാവണം? കയറ്റുമതി വർദ്ധിക്കുകയും വേണം, ഇറക്കുമതി കുറയുകയും ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തിൽ എന്തുണ്ടാവും? സാമ്പത്തിക പുരോഗതി ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക കേട്ടോ. ഇനി ഡിവിഷൻ ഓഫ് ലേബർ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിൽ എല്ലാവർക്കും അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജോലികൾ കിട്ടണം. ഓക്കെ അല്ലേ? അതായത് ഒരു 10ാം ക്ലാസ് പഠിച്ച ആൾക്ക് അയാൾക്ക് അയാളുടെ യോഗ്യതയ്ക്കുള്ള ജോലി കിട്ടണം. അതായത് ജോലിയിലുള്ള വിവിധ തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തിലെ എല്ലാവരും ഡിഗ്രി കഴിഞ്ഞവനും +2 കഴിഞ്ഞവനും എല്ലാവരും കൃഷിപ്പണി തന്നെ ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തിൽ എന്തില്ല? ഡിവിഷൻ ഓഫ് ലേബർ ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ സ്പെഷ്യലൈസേഷൻ ആണ്, അല്ലെങ്കിൽ സവിശേഷാൽവൽക്കരണമാണ്. ഓക്കെ അല്ലേ? അതായത് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവണം, ഒരുപാട് സ്പെഷ്യലൈസ് ചെയ്ത് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് പോകാനായിട്ട് സാധിക്കണം. ഓക്കെ അല്ലേ? ഏറ്റവും ലാസ്റ്റ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കലാണ് അല്ലേ? ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? രാജ്യത്തിൽ എന്തുണ്ടാവും? സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു നോക്കുക. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ, അതായത് സംഘടനവും സഹകരണവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോഴും മനസ്സിലാക്കി നോക്കുക, സഹകരണം പരസ്പരം എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു നാണയത്തിന് 2 വശങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സംഘടന എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് നമ്മുടെ കാൾമാക്സ് തന്നെയാണ്. കാൾമാക്സ് പറയുന്നത് ഉൽപാദന മേഖലയെ നിയന്ത്രിക്കുന്ന ശക്തരായിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടാവും, അവരെ ആശ്രയിച്ചുകൊണ്ടുള്ള രണ്ടാമതൊരു വിഭാഗം ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 വർഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വർഗ്ഗസമരങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് കാരണമാവുക എന്ന് അഭിപ്രായപ്പെട്ട സോഷ്യോളജിസ്റ്റാണ് ആര്? കാൾമാക്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക, സഹകരണം ഇല്ലാതാവുമ്പോൾ അതെന്തിന് കാരണമാവും? സംഘടനത്തിന് കാരണമാവും. ഓക്കെ അല്ലേ? സഹകരണം ഇല്ലാതിരിക്കുമ്പോൾ അതിന് കാരണമാവും, സംഘടനത്തിന് കാരണമാവും. അതുപോലെ തന്നെ വിവിധ താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സംഘടന എന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഇനി സമൂഹത്തിൽ വിഭവങ്ങളുടെ ദൗർലഭ്യവും ഈ സംഘടനത്തിന് കാരണമാക്കുന്ന ഓർത്ത് നോക്കുക. അതുപോലെ തന്നെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഗോത്രത്തിന്റെയും ലിംഗത്തിന്റെയും സമുദായത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവും? ഈ സംഘടന സമൂഹത്തിൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് സഹകരണവും സംഘടനവും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സാമൂഹ്യ ഘടന, സാമൂഹ്യ ശ്രേണീകരണം, സാമൂഹ്യ പ്രക്രിയകൾ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഈ 6ാമത്തെ അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ നന്ദി. താങ്ക് യു ഓൾ ഓഫ് യു.